Section D, question number 33B. The time taken by a person to travel an upward distance of 150 km was 2.5 hours, more than the time taken in the downward return journey. If he returned at a speed of 10 km more than the speed while going up, find the speed in each direction. ഒരു പേഴ്സൺ അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും ട്രാവൽ ചെയ്യുകയാണ്. അപ്വേർഡ് ഡയറക്ഷൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലെ സ്പീഡ് എക്സ് പ്ലസ് 10 കിലോമീറ്റർ പെർ അവർ ആണ്. ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ മോർ ദാൻ ദ അപ്വേർഡ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും ട്രാവൽ ചെയ്യുമ്പോൾ ടൈം ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്വേർഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ 2.5 hours കൂടുതൽ ടൈം ട്രാവൽ ചെയ്യാൻ എടുക്കുന്നുണ്ട് കമ്പയർ ടു ഡൗൺവേർഡ് ഡയറക്ഷൻ. നമുക്ക് ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു 150 കിലോമീറ്റർ, ഡിഫറൻസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 2.5 hours. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് 5/2 hours എന്ന് എഴുതാം. ലെറ്റ് എക്സ് ബി ദ upward direction speed. Therefore, downward direction speed is x plus 10 kilometer per hour. We know that speed is equal to distance by time. Therefore, time is equal to distance by speed. Upward direction, time t1 is equal to distance by speed. Upward distance 150 kilometer ആണ്, സ്പീഡ് x കിലോമീറ്റർ ആണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ ടൈം t2 is equal to കിലോമീറ്റർ സെയിം ആണ്, 150 ഡിവൈഡ് ബൈ സ്പീഡ് എക്സ് പ്ലസ് 10 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5/2 hours എന്ന് തന്നിട്ടുണ്ട്. t1 മൈനസ് t2 ഇസ് ഈക്വൽ ടു 150 ബൈ എക്സ് മൈനസ് 150 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 10, ദാറ്റ് ഇസ് ഈക്വൽ ടു 5/2. ഇതിൽ 150 കോമൺ ആണ്, 150 പുറത്തെടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/x മൈനസ് 1/x പ്ലസ് 10 is equal to 5/2. That is equal to 150 into LCM എടുക്കുക, x plus 10 minus x divided by x into x plus 10. That is equal to 5/2. That is 150 multiplied by x കട്ടായി പോകും, ഇപ്പോൾ 10 ആണ്. 10 divided by ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് 10x എന്ന് വരും, ഈക്വൽ ടു 5/2. ഇതും കട്ടായി 2 ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 150 ഇൻറ്റു 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x എന്ന് വരും. ദാറ്റ് ഈസ് 600 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x. 600 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 600 ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന് സ്പ്ലിറ്റ് ചെയ്തത് എക്സ് സ്ക്വയർ പ്ലസ് 13x മൈനസ് 20x മൈനസ് 600 ഈക്വൽ ടു 0. ഇതിനുള്ളിൽ എക്സ് കോമൺ ആണ്, സോ എക്സ് പ്ലസ് 30 അതിൽ മൈനസ് 20 കോമൺ ആണ്, എക്സ് പ്ലസ് 30 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 30 ഇൻറ്റു എക്സ് മൈനസ് 20 ഈക്വൽ ടു 0. ദാറ്റ് ഗീവ്സ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 30 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 20. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 30 റിജക്റ്റ് ചെയ്യാം. Therefore, x is equal to 20. That is upward speed equal to 20 kilometer per hour. Therefore, downward speed is equal to x plus 10. That is 20 plus 10. That is equal to 30 kilometer per hour. That is our final answer.